Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ചേട്ടാ ഇത് എത്ര സമയമാവെന്ന് പറയാ. ഞങ്ങൾക്ക് കിറ്റിയുടെ പ്രോഗ്രാം കാണാൻ പോവുള്ളതാ. എന്താ എത്ര സമയം എടുക്കുന്ന ചോദിച്ചേ? സമയം എടുക്കും, പക്ഷെ അത്രയ്ക്ക് എടുക്കില്ല. ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവില്ല. ഞാൻ മുകളിലോട്ട് കയറി ചെന്ന് സംസാരിക്കാം. ഈ ട്രാഫിക്കിന്റെ ശബ്ദം കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ ചേട്ടാ, ഇത് ശരിയാക്കി എടുക്കാൻ ചേട്ടന് എന്തോരം സമയം വേണ്ടി വരും? കഴിഞ്ഞു. കൊള്ളാലോ. ഓക്കേ. ചേട്ടനെ കഴിയാറായെന്നാ പറഞ്ഞത്. പക്ഷെ ഇതുവരെ ലൈറ്റ് എത്തിയിട്ടില്ല. വരും, അയാളടുത്ത് പറഞ്ഞല്ലോ, ഇപ്പൊ തന്നെ ശരിയാവും. ഹണിക്ക് പറ്റിയ കൂട്ടുകാരനാ. ടെലിഫോൺ പോസ്റ്റേ കേറി ഇരിക്കുന്നവൻ എങ്ങനാ കറണ്ട് ശരിയാക്കുന്നത്? കഴിഞ്ഞു. ഇനി ആരെങ്കിലൊക്കെ ഒന്ന് വിളിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾ കറണ്ട് ശരിയാക്കിയില്ലേ? ഞാനെന്തിനാ അതൊക്കെ ചെയ്യുന്നേ? ഞാനേ ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ ആളാ. അതൊക്കെ ഇലക്ട്രിസിറ്റിക്കാരുടെ പണിയാ. ഇലക്ട്രിസിറ്റിക്കാരെ ഉടൻ തന്നെ വിളിക്കൂ. ഒരു പ്രയോജനമില്ല. സാറിനെ വിളിച്ചു ചോദിച്ചു, മുഴുവൻ പ്രശ്നമായിരിക്കുവാ. രാത്രി മുഴുവൻ കറണ്ട് ഉണ്ടാവില്ല. അപ്പൊ ടിവിയിൽ ഞങ്ങൾ നിന്റെ പ്രോഗ്രാം എങ്ങനെ കാണും കിറ്റി? നമുക്ക് തോത്താറാമിന്റെ വീട്ടിൽ പോയി കാണാം. സിറ്റിയിൽ എവിടെയും കറണ്ട് ഇല്ല. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ എങ്ങനെ ആയിരുന്നെങ്കിൽ സ്വന്തമായിട്ട് കറണ്ട് ഒക്കെ ഉണ്ടാക്കിയേനെ. എനിക്കൊരു ഐഡിയ വന്നു. ഞാൻ ഐഡിയ തന്നിട്ട് എനിക്കത് മനസ്സിലായില്ലല്ലോ കൊച്ചളിയാ. നമുക്ക് സ്വന്തമായിട്ട് കറണ്ട് റെഡിയാക്കാം. നിന്റെ ബുദ്ധി മുഴുവൻ നഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? ഇല്ല, കിറ്റിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേ പറ്റൂ. നമുക്ക് കാറ്റാടി യന്ത്രം വെച്ച് കറണ്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. എന്നിട്ട് കിറ്റിയുടെ പ്രോഗ്രാം നമുക്ക് കാണാം. ഞാൻ എന്തെല്ലാം സാധനങ്ങൾ പറയുന്നോ അതെല്ലാം നിങ്ങൾ വേഗം കൊണ്ടുവരണം. ഇനി നമുക്ക് 4 മണിക്കൂർ മാത്രമേ കറണ്ട് കൊണ്ടുവരും. നമുക്ക് ഒരു സൈക്കിളിന്റെ വീൽ വേണം. അതുപോലെ നമുക്ക് ചെറിയൊരു മോട്ടോർ വേണം. പിന്നെ ഒരു കാറിന്റെ ബാറ്ററിയും. അത്രേ ഉള്ളൂ. മോട്ടോർ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. നിങ്ങളെല്ലാരും ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാൻ നോക്കേ. ഞാൻ തോത്താറാമിന്റെ കയ്യിൽ നിന്ന് ബാറ്ററി വാങ്ങിക്കൊണ്ടുവരാം. ഞാൻ പോയി സൈക്കിളിന്റെ വീല് കൊണ്ടുവരാം. അതെ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കാ. ഇതെന്താ പാർക്കാണെന്ന് വിചാരിച്ചോ ഇങ്ങനെ ഊഞ്ഞാലാടാൻ? ഞാൻ കുടുങ്ങിയിരിക്കാണ്, എന്നെ ഒന്ന് രക്ഷിക്കണേ. നീ ടയറിനകത്ത് കേറിയത് എന്തിനാ? ഈ ബാങ്കുകാർക്ക് വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാൻ. നീ അവിടെ പോവാ, ഇവിടെ നിക്ക്. ചേട്ടാ, എനിക്ക് സൈക്കിളിന്റെ വീൽ വേണം. വെറും വീലോ? ബാക്കി സാധനങ്ങളില്ലാതെ എങ്ങനെ സൈക്കിൾ ചവിട്ടും? എനിക്ക് മുഴുവൻ സൈക്കിളിന്റെ ആവശ്യമേ ഇല്ല. നീ എന്താ സർക്കസുകാരനാണോ? ഒരു വീല് മാത്രം മതിയോ? അല്ലല്ല, ഞങ്ങള് വിൻമിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്ത് മില്ലാ അത്? തുണി മില്ലോ അതോ ഓയിൽ മില്ലോ? പിന്നെ സൈക്കിളിന്റെ വീല് കൊണ്ട് മില്ലിൽ എന്താ ചെയ്യാൻ പോണേ? ചേട്ടാ, ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കരുത്. എനിക്ക് ഒരു വീൽ തന്നേക്ക്. നാളെ തന്നെ ഞാൻ തിരിച്ചുകൊണ്ട് തന്നേക്കാം. എന്നാ ശരി, ദേ ആ കാണുന്ന വീലിൽ കാറ്റടിച്ചോണ്ട് പൊക്കോ. ഞാൻ ഈ സഹായം ഒരിക്കലും മറക്കില്ല. എന്തിനായിരിക്കും വീല് ചോദിച്ചത്? ഒരു വീല് മാത്രം എന്തിനാ? യവന് തലയ്ക്ക് സുഖമില്ലെന്നാ തോന്നുന്നത്.
game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. നിന്റെ കടയിലുള്ള സാധനമൊക്കെ എന്റെ കടയിലാ വന്ന് വീഴുന്നത്. കട നടത്തുമ്പോ മര്യാദയ്ക്ക് നടത്ത്, മനസ്സിലായോ? എടോ തനിക്ക് തന്റെ ചട്ടിയെടുത്ത് അകത്തുകൊണ്ട് വെച്ചൂടെ? കൂടുതൽ സംസാരിക്കണ്ട. സംസാരിച്ചാ നിന്നെ അടിച്ചു പരത്തി ചുരുട്ടിയെടുത്ത് ഷോക്കേഴ്സിൽ വെക്കും. അതിനു മുമ്പ് തന്നെ ഞാൻ അയൺ ചെയ്ത് ഉണക്കി വടിയാക്കി ആങ്കറിൽ തൂക്കും. കേട്ടോ? നിങ്ങൾ വഴക്കൂടണ്ട, ഇത് ഞാൻ എടുത്തോണ്ട് പൊക്കോളാം. നിങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചോ, അപ്പൊ കടയ്ക്ക് നല്ല ഭംഗിയുണ്ടാവും. തോത്തറാം, എനിക്ക് ബാറ്ററി വേണം. ഇത് കൊണ്ടുപോയി നീ നിന്റെ തലയ്ക്കകത്തെ ബൾബ് കത്തിക്ക്. എന്താ എന്ത് പറ്റി? എനിക്ക് കാറിന്റെ ബാറ്ററിയാ വേണ്ടത്. അത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ഇതാ തന്നേക്കാം. താങ്ക് യു. നാളെ തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, ബൈ ബൈ. ഇവിടെ വരൂ. ഇത്രയും ചൂട് സമയത്ത് നീ എന്തിനാണ് തല വീണ്ടും ചൂടാക്കുന്നത്? ഫാനില്ലാതെ കാറ്റ് വരില്ല, കാറ്റില്ലാതെ ഫാൻ കറങ്ങുകയുമില്ല. മനസ്സിലായോ? ചൂട് കാരണം എന്റെ ബുദ്ധിയുടെ മോട്ടോർ ജാമായിരിക്കുകയാണ്. ഡോക്ടർ ബാലു, എനിക്ക് താങ്കളുടെ ബാറ്ററി വേണം. എന്റെ മോട്ടോർ ജാമായിരിക്കുകയാണ്. അപ്പൊ പിന്നെ ടെറസിന്റെ മുകളിലോട്ടൊക്കെ വെള്ളം എങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുക? അതിന് എന്റെ മോട്ടോറിന്റെ അല്ല, ഈ മോട്ടോറിന്റെ ആവശ്യമാണുള്ളത്. ഈ മോട്ടോർ തന്നെയാ വേണ്ടത്, ബില്ല് ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. ഈ മോട്ടോർ വെച്ച് എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കും ഈ മോട്ടോർ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആർക്കും ഒരു ഉപയോഗവും ഇല്ലാത്ത മോട്ടോർ നീ എന്തിനാണ് ഇപ്പോ ചോദിക്കുന്നത്? അതിനെ കുറിച്ച് ബണ്ണിക്ക് അറിയാം. മോട്ടോർ തന്നു കഴിഞ്ഞാലേ നാളെ ഞാൻ തിരിച്ചുകൊണ്ട് തന്നേക്കാം. സാറത് വെച്ചോളൂ, ഞാൻ പോയി വിൻമിലിന്റെ പണി നോക്കാം. എടാ നിക്കടാ ഹണി. എന്താടാ ഇത്ര സമയം എടുത്തേ? കിറ്റിയുടെ പ്രോഗ്രാം തുടങ്ങാൻ ഇനി 2 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. വരൂ, നമുക്ക് വേഗം പണി തുടങ്ങാം. ജോർദാറെ, നീ ഈ പ്ലേറ്റ് 4 ബ്ലൈഡ് പോലെ കട്ട് ചെയ്യണം. ഹണിയും നന്ദുവും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇത് നന്നായിട്ട് കെട്ടിവെക്കണം. പോപ്പട്ടെ, നീ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ, ആണി ഇടാനുള്ള ദോരം ഇടാൻ മറന്നുപോയി. അടിച്ചു പൊളച്ചു തിമിർത്തു. നിന്റെ കൂടെ ഉള്ളത് ഈ പോപ്പട്ടാണ്. നിക്ക്. കൊച്ചലിയ, ഞങ്ങളാ കോണി വെച്ച് കെട്ടിയിട്ടുണ്ട്. അത് നിവർത്തി വെച്ച് ബാലൻസ് നോക്ക്. വിട്ടേക്ക് നന്ദു, അതവിടെ വെച്ചിട്ടേ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. എടാ കഴുതകളെ, എന്തെങ്കിലും ചെയ്യുമ്പോ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണ്ടേ? അത് ശരി, എന്റെ അടുത്താണോ നിന്റെ കളി? അയ്യോ, എടാ ഞാൻ ഉളിയൊന്നും അല്ല, കൊട്ടുവടിയും കൊണ്ട് ഇങ്ങനെ അടിക്കാൻ. സംശയമുണ്ടോ? ക്ഷമിക്കടാ, ഈ കഴുതകൾ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. കഴുതത് പറയല്ലേ ഹണി, ഞാൻ ട്യൂബ്ലൈറ്റ് ആണ്, കഴുതയല്ല. കഴുതയും ഞാനാണ് കൊച്ചലിയ. എനിക്ക് തോന്നുന്നത് കറുത്തതിന്റെ മേത്തോണിപ്പോ നിന്റെ ഓർമ്മ മൊത്തം പോയിന്നാണ്. അതേ, ഒന്നും മിണ്ടാതിരിക്കോ. ജോലിയിൽ ശ്രദ്ധിക്ക്, സമയം തീരില്ല. കോണി റെഡിയായി കൊച്ചലിയ. മണി എല്ലാം കഴിഞ്ഞു.
വിൻവിൻ ശരിയായി. പക്ഷെ ലൈറ്റ് കത്തിയില്ലല്ലോ. കിറ്റി അതിനു വേണ്ടി ഇനി വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കണം. പ്ലീസ് പ്ലീസ് ലൈറ്റ് പ്ലീസ്, വേഗം ഒന്ന് ഓണാവ്. ബനി ഇനി 2 മിനിറ്റേ ഉള്ളൂ. ഇതാ കഴിഞ്ഞു. ഇത് ഞാൻ പ്ലഗിൽ കൊടുക്കട്ടെ. ഇവിടെ വരൂ, എല്ലാവരും ശ്രദ്ധിക്കൂ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രോഗ്രാം ദാ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും റെഡിയാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ വളരെ പ്രശസ്തയായ ടാലന്റഡ് ആർട്ടിസ്റ്റ് കിറ്റിയെ പരിചയപ്പെടാൻ പോവുകയാണ്. ഹായ്.